നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ഭാവത്തിലെ ശനി, നമ്മൾ അതിൻ്റെ സ്വാധീനത്തെ ഓവർകം ചെയ്യേണ്ട റെമഡീസ്, പ്രായോഗികമായിട്ടുള്ള ചില റെമഡീസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ കുറേ ആൾക്കാരുടെ കാര്യങ്ങളിൽ, ഇപ്പോൾ ഇത് 10-16 വർഷമായല്ലോ ഞാനിത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ജീവിതാനുഭവങ്ങളും പലരുടെ ജീവിതാനുഭവങ്ങളും നമ്മളിവിടെ തുടക്കം മുതലേയുള്ള പല ആൾക്കാരുടെയും ജാതകങ്ങളും അവരന്ന് ചെയ്തിരുന്ന കാര്യങ്ങളും അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ അവർ മാറ്റാൻ ശ്രമിച്ചപ്പോഴും ചിലതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തത് പോലുമല്ല. അവർ സ്വയം അനുഭവം കൊണ്ടും അറിവുകൊണ്ട് അവർ സ്വയം ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് ദൈവാനുഗ്രഹം കൊണ്ട്, ബുദ്ധിസ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ മാറിയതുണ്ട്. പിന്നെ പറഞ്ഞു കൊടുത്ത് മാറിയവരുമുണ്ട്. രണ്ടിനും ഞാൻ ഉത്തരവാദിയല്ല, അത് ഈശ്വര നിയോഗമാണ്. അപ്പോൾ അങ്ങനെ നിയോഗം വന്ന അവരുടെ ഇത് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണല്ലോ ശരിക്കും നമ്മൾ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുത്താൽ നമുക്കതിനെ കുറേ കാഠിന്യം കുറയ്ക്കാം. ചിലപ്പോൾ മാറുകയും ചെയ്യും, ചിലപ്പോൾ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. അത് ആ കർമ്മഫലത്തിൻ്റെ ഭാരമനുസരിച്ചിരിക്കും, കർമ്മഭാണ്ഡത്തിൻ്റെ ഭാരമനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ 8ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനത്തെ വളരെ പോസിറ്റീവായിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ, പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാം എന്ന് നോക്കാം. ഒന്നാമത്തത് സാറ്റേൺ ആയതുകൊണ്ട്, സാറ്റേൺ വായുവിൻ്റെ കാരകനാണ്. രണ്ടാമത്തത് ധ്യാനത്തിൻ്റെ കാരകനാണ്. അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ ആഴത്തിലുള്ള ഉത്കണ്ഠങ്ങളെ നീക്കം ചെയ്യാൻ ശ്വസനക്രിയകൾ, പ്രാണായാമം പോലുള്ള കാര്യങ്ങളും ധ്യാനവും ശീലിക്കുക എന്നുള്ളതാണ്. അതൊന്നാമത്തത്. നല്ല വൃത്തിയായിട്ട് ആരെടുത്തുനിന്നെങ്കിലും പഠിക്കണം കേട്ടോ. യൂട്യൂബിൽ അവിടെ ഇവിടെ കാണുന്നൊന്നും വെച്ച് ചെയ്യാൻ നിൽക്കരുത്. ചിലതൊക്കെ നമുക്കങ്ങനെ ചെയ്യാം, വളരെ ലളിതമായിട്ടുള്ളതൊക്കെ അങ്ങനെയൊക്കെയുള്ളത് നോക്കി ചെയ്യുക. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്ര എല്ലാം അവൈലബിളാണ്. എന്നിരുന്നാൽ പോലും നമ്മളത് ചെയ്യുന്ന സമയത്ത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരു ഗൈഡിൻ്റെ, ഒരു മെൻറ്ററിൻ്റെ കീഴിലത് പഠിക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത്തതെന്ന് പറയുന്നത് നിഗൂഢ ശാസ്ത്രങ്ങളിലുള്ള പഠനമാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിഷം, തന്ത്രം, വേദങ്ങൾ, അതിൻ്റെ രീതികൾ, അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ആന്തരികമായിട്ടുള്ള ഒരു അജിജ്ഞാസയ്ക്ക്, ആ ഒരു വിശപ്പിന് വയറ് നിറയും. ആ വിശപ്പിൻ്റെ വയറ് നിറയും. ആന്തരികമായിട്ടുള്ള ഒരു ഭയത്തെ മാറ്റാനും ഇത് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മൂന്നാമത്തത് സത്യസന്ധമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്തുക്കൾ, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടനില നിൽക്കുന്നതൊക്കെ അതീവ ജാഗ്രതയോടുകൂടിയും സത്യസന്ധമായിട്ടും ചെയ്യുക. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്തറിയോ, കടുത്ത ബുദ്ധിമുട്ടുകളുണ്ടാവും. പേരുദോഷം കേൾക്കും, മാറും, നാണക്കേടാവും. അതുപോലെ തന്നെ സമയത്തിൻ്റെയും മരണത്തിൻ്റെയും അതിദേവനായിരിക്കുന്ന മഹാകാല സ്വരൂപനായിരിക്കുന്ന മഹാദേവനെയും ശാസ്താവിനെയും ആശ്രയിക്കുന്നത്, ഹനുമാൻ സ്വാമി വായുകാരകനും കൂടിയാണ്, വായുപുത്രനാണ്. ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കുന്നതുമൊക്കെ ശനിയുടെ ദോഷത്തിന് കാഠിന്യം കുറയ്ക്കും. അതുപോലെ തന്നെ ഈ ഗൃഹസ്ഥാശ്രമികളായിട്ടിരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട, നിരന്തരമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ലൂപ്പ് പാറ്റേൺസ്, അതായത് ഈ കാർമിക് ലൂപ്പിൻ്റെ പാറ്റേൺസ് സ്ഥിരമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അത് 8ൽ ശനിയുള്ളവരാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അത് ഉപകാരപ്പെടുന്ന രീതിയിൽ അതൊരു റെമഡി ആയിട്ട് കണ്ട് മനസ്സിലാക്കണം. വഴിപാട് ചെയ്യുന്നത് മാത്രമല്ല റെമഡി, ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് സാമ്പത്തിക സുതാര്യതയും ആസൂത്രണവുമാണ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. ദാരിദ്ര്യത്തിൻ്റെ കാരകനായ ശനി 2ലേക്ക് നോക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് പരമാവധി കടബാധ്യതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ നോക്കുക. ഒന്നാമത്തെ ലോട്ടറി, ചിട്ടി, അനാവശ്യ ലോണുകൾ എന്നിവയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അനാവശ്യമായിട്ട് വരവിനധികമായിട്ട് ചെയ്യുന്ന രീതി മാറ്റണം. സാമ്പത്തിക കാര്യങ്ങളിൽ പടിപടിയായിട്ടുള്ള, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വളർച്ചയെ ശനി തരൂ. അതൊരു റിയാലിറ്റിയാണ്.
അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് എടുത്തു ചാടരുത്, പതിയെ പതിയെ നമുക്ക് ശരിയാക്കാം. പക്ഷെ പ്ലാനിങ് ഉണ്ടാവണം, ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവണം, ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പതിയെ 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 അത് ചെയ്തു പോകാവും. ഇല്ലെങ്കിൽ എന്തറിയോ, സ്റ്റക്കാവും. വലിയ കടത്തിലേക്കൊക്കെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ലോണൊക്കെ എടുത്ത് വീട് വെച്ചിട്ട് ലാസ്റ്റ് ജോലി പോയി അത് അടയ്ക്കാൻ വയ്യാതായി ലാസ്റ്റ് വീടൊക്കെ ജപ്തിയുടെ വക്കിലേക്കൊക്കെ എത്തുന്നവരെ കണ്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട. രണ്ടാമത്തേത് സുതാര്യതയാണ്. നമുക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ പങ്കാളിയുമായിട്ട് കൃത്യമായിട്ട് പങ്കുവയ്ക്കുക. ഇല്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ ഉള്ളിൽ ഇത് വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ട്രെസ്സുകളും ഒറ്റയ്ക്ക് ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പങ്കാളിയോടും കൂടി പങ്കുവയ്ക്കുക. അങ്ങനെ ഒരാളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ അത് പങ്കുവെച്ചാലും അതിനെ സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ചില്ലെങ്കിലും കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ചിലപ്പോൾ സഹായിക്കുന്നവരും ആവാം. അപ്പോൾ അത് പങ്കുവെക്കുക. അപ്പോൾ 8ാം ഭാവത്തിലെ ശനിയുടെ ഒരു രഹസ്യം എന്ന് പറയുന്നത്, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ളൊരു കഴിവുണ്ടാവും. അത് സുതാര്യമായിട്ട് ജീവിതം കൊണ്ടുപോകുന്നതിനായിരിക്കും കുറേയൊക്കെ നല്ലത്. ഇല്ലെങ്കിൽ അത് കുടുംബത്തിൽ വിള്ളലുകളുണ്ടാക്കും. എല്ലാ കാര്യത്തിലും ജീവിതത്തിൻ്റെ 8ാം ഭാവം രഹസ്യഭാവമാണ്. അപ്പം പരമാവധി എല്ലാ കാര്യത്തിലും, എല്ലാം ഒന്നും സുതാര്യമായിട്ടിരിക്കാനൊന്നും പറ്റില്ല, എന്നാലും പരമാവധി സുതാര്യമായിട്ടിരിക്കുക. ഈശ്വരന് നിരക്കുന്ന, നമ്മളുള്ളിലിരിക്കുന്ന ഈശ്വരാംശത്തിന് നിരക്കുന്നതായിരിക്കുക നമ്മുടെ രീതികൾ എന്നുള്ളത്. നമുക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെൻ്റ് എന്നുകൊണ്ട് പറഞ്ഞതാണ്. അതായത് നമുക്കെങ്കിലും സ്വയം ഒന്ന് നമ്മുടെ മുന്നിൽ ഉള്ളിലിരിക്കുന്ന ഈ ഈശ്വരൻ്റെ അടുത്ത് മുന്നിൽ നമുക്കൊന്ന് ന്യായീകരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ സമർപ്പിക്കാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാം ഒന്നും പച്ചയ്ക്ക് ഈ മീഡിയത്തിലൂടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറേയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ആരും ബുദ്ധിയില്ലാത്തവരൊന്നും അല്ലല്ലോ, അല്ലേ? അപ്പോൾ അടുത്തത് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് സമ്പത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ലോട്ടറിയുടെ പുറകിനും ചിട്ടിയുടെ പുറകിനൊന്നും പോകരുതെന്ന് പറയുന്നത്. ദീർഘകാല നിക്ഷേപം, ഇൻഷുറൻസ്, അല്ലെങ്കിൽ പെൻഷൻ പ്ലാനുകൾ, അല്ലെങ്കിൽ ഫിക്സഡ് കുറേശ്ശെ ഇപ്പോൾ ചിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലയിടത്തൊക്കെ പൊട്ടിപ്പോകുന്ന അങ്ങനത്തെ അല്ലാതെ ദീർഘകാലമായിട്ടുള്ള ചിട്ടികളുണ്ടല്ലോ, കുറേ കാലം പണം അടച്ചിട്ട് ഒരു വലിയ തുക കിട്ടുന്നത്. SIP പോലെ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പോലുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ കണ്ടെത്തിക്കുള്ളൂ. പലർക്കും പല ഐഡിയാസ് ഉണ്ടാകും. പക്ഷേ സെക്യൂർ ആയിരിക്കണം എന്നുള്ളതാണ്. ലാഭം കുറഞ്ഞാലും ധനം നഷ്ടം വരാത്ത പ്ലാനുകളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, ഈ വിവാഹമൊക്കെ കഴിഞ്ഞവർ അവരുടെ വീട്ടുകാരുമായിട്ട്, പ്രത്യേകിച്ച് ഇൻലോസുമായിട്ട്, 8ൽ ശനിയുള്ളവർ റിലേഷൻഷിപ്പ് വിത്ത് ഇൻലോസ്, അത് ചിലപ്പോൾ അകൽച്ചയോ അല്ലെങ്കിൽ ഒരു തണുപ്പൻ മട്ടോ ആയിരിക്കും ശനി തരകുന്നത്. എന്നാലും ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ഒരു കുടുംബനാഥനോ നാഥയോ ആണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കടമകൾ നിസ്വാർത്ഥമായിട്ട് ചെയ്യുക, ചിലത് പ്രതീക്ഷിക്കാതിരിക്കുക, വിട്ട് കളഞ്ഞേക്കുക. അവരുടെ സ്നേഹം ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിച്ചില്ലെങ്കിൽ പോലും കാലക്രമേണ അവർ നിങ്ങളെ ആഴത്തിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സാറ്റേൺ വളരെ പതുക്കെ തരത്തുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തേത്, തർക്കങ്ങൾ ഉണ്ടാകുമ്പം മൗനം പാലിക്കുക എന്നുള്ളതാണ്. ഇവരുമായിട്ട് അത് മൗനമായിട്ടിരിക്കുകയും ക്ഷമയോടെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബന്ധം നിലനിൽക്കാൻ അതൊരുപാട് സഹായിക്കും എന്നുള്ളതാണ്. സാറ്റേൻ്റെ ഒരു പ്രത്യേകതയുണ്ട് 8 നിൽക്കുന്നതിന്. ഈ കുടുംബ വിഷയങ്ങൾ 7ാം ഭാവം കൂടെ കുളമാണെന്നുണ്ടെങ്കിൽ 8 നിൽക്കുന്ന ശനി എന്ന് പറയുന്നത് ഇവർ നിമിത്തം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്നേഹമായിരിക്കും. പക്ഷേ ഇൻലോസ് നിമിത്തം വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും, ഒരുപാട് പഴി കേൾക്കുകയും ഒരുപാട് വിഷമം ഉണ്ടാവേണ്ട സാഹചര്യങ്ങളും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഒക്കെ അടിക്കുന്ന, ഇൻഫീരിയർ ആവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബന്ധങ്ങൾ നിലനിർത്താൻ നിങ്ങൾ കുറച്ച് ക്ഷമയോടെ മിണ്ടാതെയൊക്കെ ഇരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ചെയ്താൽ ഗുണമാവും. അടുത്ത ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കുടുംബജീവിതം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 8th ഹൗസിൽ, ഇപ്പോൾ കുട്ടികളാണെങ്കിലും നിങ്ങൾ നാളെ കല്യാണം കഴിക്കും, ഭാര്യയോ ഭർത്താവോ ഒക്കെ ആവും. അപ്പം അങ്ങനെ കുടുംബജീവിതം അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് മെച്യൂരിറ്റിയോടുകൂടി ചിന്തിക്കുന്നൊരു കാലം വരുമ്പം
നിങ്ങളൊരു ഇമോഷണൽ പില്ലറാവുക എന്നുള്ളതാണ്. ഇച്ചിരി സമയമെടുക്കുന്നൊരു പ്രോസസ്സാണത്. മാനസികമായിട്ടുള്ള ആഴവും ഗൗരവവും നൽകുന്ന സ്ഥാനമാണിത്. വീട്ടിൽ കുടുംബത്തിൻ്റെ ഒരു തണലാവുക എന്നൊക്കെ പറയുന്നത് അത് ഫിനാൻഷ്യലി മാത്രമല്ല, ഒരു ഇമോഷണലിയാണ് വാസ്തവത്തിൽ. ഹോം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കംഫർട്ടാണല്ലോ. 8, 9, 10, 11, 12, 1, 2, 3, 4, 5 കർമ്മം 8, 9, 10, 10ലേക്കും ദൃഷ്ടിയുണ്ട്. അപ്പോൾ കർമ്മം പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയും ഒക്കെ ആവുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പതറാതെ നിൽക്കുക ഒരു തൂണുപോലെ. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാനുള്ളൊരു മാനസികവും ശാരീരികമായിട്ടുള്ളൊരു ശേഷി നിങ്ങളെ ശനി ഉണ്ടാക്കിയെടുക്കും കാലക്രമേണ. നിങ്ങളുടെ നിശബ്ദമായിട്ടുള്ള ഒരു സാന്നിധ്യം, ഒരു പക്ഷേ ശനി 8-ലായതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ അംഗീകരിക്കുന്നില്ലായിരിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ നിശബ്ദമായിട്ടുള്ളൊരു സാന്നിധ്യം പോലും അവർക്ക് വലിയ ധൈര്യമായിരിക്കും എന്നുള്ളതാണ്. അംഗീകരിക്കുന്നില്ലായിരിക്കും, പക്ഷേ 10 ദിവസം നിങ്ങളവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാവും. ആ രീതിയിലേക്ക് നിങ്ങളെത്തും എന്നുള്ളതാണ്. 5ലേക്കുള്ള ശനിയുടെ ദൃഷ്ടി കുട്ടികൾക്കൊരു മാതൃകയാവാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒട്ടും അനുകരിക്കാൻ പറ്റാത്ത സ്വഭാവമായി മാറാനും സാധ്യതയുണ്ട്. ശനി മോശമാണെന്നുണ്ടെങ്കിലും വളരെ ഉഴപ്പരായിട്ടുള്ള ഗ്രഹസ്ഥരായിരിക്കും. ഈ അമ്മ എന്താ ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ വരും, ഈ അച്ഛൻ എന്താ ഇങ്ങനെ, ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറയുന്നൊരവസ്ഥ വരും. കഠിനാധ്വാനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും നിങ്ങളുടെ ജീവിതം കെട്ടിപ്പിടക്കുന്നത് കണ്ടാണ് കുട്ടികൾ വളരുന്നതെങ്കിൽ പ്രത്യേകിച്ചൊരു മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യം അവർക്കുണ്ടാവില്ല ജീവിതം പഠിക്കാൻ. അവർ തന്നെ ഉത്തരവാദിത്തമുള്ളവരായിക്കോളും. കാരണം അവരുടെ ബ്ലൂ പ്രിൻ്റ് സെറ്റ് ചെയ്യുന്നത് സാഹചര്യങ്ങളിലൂടെ അവർ മനസ്സിലാക്കുന്ന കാണുന്ന കാര്യങ്ങളിലൂടെയാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കുകയും ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് ആരോഗ്യവും ആയുസ്സും ആണ്. ഹെൽത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ചിട്ടയായ ഒരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മദ്യപാനം, പുകവലി, ഇപ്പോൾ ആണെങ്കിൽ മറ്റ് പല സാധനങ്ങളും, സൈക്കഡെലിക്സിൻ്റെ പല വേർഷൻസ്, അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുടെ ഉപയോഗം തുടങ്ങിയിട്ടുള്ള ദുർശീലങ്ങൾ ശനിയുടെ കഠിനമായ രോഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളതാണ്. ആയുസ്സുള്ളത് കൊണ്ട് തന്നെ ഈ രോഗം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് ഭക്ഷണത്തിലും വ്യായാമത്തിലും കടുത്ത അച്ചടക്കം പാലിക്കുക. നിങ്ങൾ ആരോഗ്യവാനായിരിക്കുക എന്നത് കുടുംബത്തിൻ്റെയും നിങ്ങളുടെയും ആവശ്യമാണ്, അതൊരു കടമയാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊരു റെമഡിയാണ് ഈ പറയുന്നത് ഓരോന്നും. ക്ഷേത്ര വഴിപാടുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇത് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. അപ്പം യാത്രകളിലും ജോലിസ്ഥലത്തും പരമാവധി അശ്രദ്ധ ഒഴിവാക്കുക. ശനി ഇവിടെ നിൽക്കുമ്പോൾ, 8-ൽ നിൽക്കുമ്പോൾ പരമാവധി അച്ചടക്കവും ശ്രദ്ധയും വേണം. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യും. 8-ലെ ശനിയുടെ ഒരു വലിയ പരിഹാരമാണ് പിതൃതർപ്പണം എന്ന് പറയുന്നത്. പിതൃകർമ്മങ്ങളും പാരമ്പര്യവും ആൻസിസ്റ്റേഴ്സ് ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത് അത് നിങ്ങളെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് വളർത്തും. സന്തതികൾക്കൊക്കെ തടസ്സമുണ്ടാകുന്നതിനൊക്കെ ഇത് ചെയ്താൽ നന്നായിരിക്കും. 8-ലെ ശനിക്ക് മൺമറഞ്ഞു പോയ പൂർവികർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യുക. ഞാൻ ഇതൊക്കെ കൺസൾട്ടേഷനിൽ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്നിട്ടും ഇത് പറയുന്നതിൻ്റെ പ്രധാന കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും ചിലപ്പോൾ എന്നെ കിട്ടണം എന്നില്ല. എൻ്റെ ഒരു സമയവും എൻ്റെ പല പല കാര്യങ്ങൾക്കും ഇടയിൽ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്താൽ പോലും ആൾക്കാർ വെയിറ്റ് ചെയ്താണ് ഇന്നത്തെ കാലത്ത് നിൽക്കുന്നത്. അപ്പം എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ളവർ വിളിക്കുക തന്നെ വേണം കേട്ടോ. കാരണം ആ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഒരു സ്നേഹമൊക്കെ കൊണ്ടാണ് എനിക്ക് ഈ വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് കൺസൾട്ടേഷൻ ഇല്ല, എനിക്ക് എൻ്റെ സപ്പോർട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ താളപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ പോയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പം കൺസൾട്ടേഷൻ ഉള്ളതൊരു ഭാഗ്യമാണ്, ദൈവത്തിൻ്റെ, ഭഗവതിയുടെ അനുഗ്രഹമാണ്, ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. പക്ഷേ എല്ലാവർക്കും എപ്പോഴും കിട്ടണം എന്നില്ല. അങ്ങനെ കിട്ടാതിരുന്നാൽ പോലും ഈ സന്താനപരമായിട്ടുള്ള വൈകല്യം, ഇപ്പം 8-ലെ ശനിക്ക് മൺമറഞ്ഞു പോയ പൂർവികരായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യുക എന്നുള്ളതാണ്. പൂർവ്വ ആചാരങ്ങളും പിതൃക്കളുടെ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. ഇത് കുടുംബത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റാനും
കുട്ടികളുടെ അഭിവൃദ്ധിക്കും നന്നായിട്ട് സഹായിക്കും ഇത്. ധനത്തിൻ്റെ കാര്യത്തിലും വിദ്യയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സന്താന വിഷയങ്ങളുടെയൊക്കെ ഐശ്വര്യത്തിന് ഇത് ഒരുപാട് സഹായിക്കും. കുടുംബ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നിയമപരമായിട്ടും നീതിപൂർവമായിട്ടും മാത്രം കൈകാര്യം ചെയ്യുക. അന്യൻ്റെ സ്വത്തും അർഹതയില്ലാത്ത സ്വത്തും മോഹിക്കാതിരിക്കുന്നത് ശനിക്കൊരു വലിയ പ്രീതി ഉള്ള കാര്യമാണ്. ഒരു വഴിപാട് പോലെയാണത്. നിയമപരമായിട്ട് പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വലിയ വിഷയങ്ങളിലേക്ക് അത് ചെത്തിച്ചാടും. അപ്പം വീണ്ടും ഞാൻ ആത്മീയപരമായിട്ടുള്ള പരിഹാരങ്ങളൊന്നും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ശാസ്താവും ഹനുമാൻ സ്വാമിയും അതുപോലെ തന്നെ ശനിക്കുള്ള പരിഹാരം ഭദ്രകാളിയും, ശൈവ പരിഹാരമായിട്ട് മൃത്യുഞ്ജയനും മഹാകാലനുമൊക്കെയാണ്. മഹാകാലേശ്വറിലൊക്കെ പോയാൽ നല്ലതാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായിട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമാമഹേശ്വര പൂജയോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ധാരയോ ഒക്കെ നടത്തുന്നത് ഉത്തമമാണ്. ശാസ്താവിന് നീരാഞ്ജനം വെള്ളുപായസമൊക്കെ നടത്തുന്നത് വളരെ വിശേഷമാണ്. നന്നായിട്ട് പൈസ ഉണ്ടെങ്കിൽ, നന്നായിട്ട് ശനിയുടെ ദശയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ, കാശ് കയ്യിലുണ്ടെങ്കിൽ എള്ള് കൊണ്ട് ശാസ്താവിന് നിത്യപൂജയുള്ള ശാസ്താവിൻ്റെ നടയിൽ തുലാഭാരം നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സേവനം ശനിക്കുള്ളൊരു പരിഹാരവും കൂടിയത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ചിട്ടയോടുകൂടി നോക്കണം. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ദരിദ്രരായിട്ടുള്ള മനുഷ്യർക്കോ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കോ ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത വാർദ്ധക്യം ബാധിച്ചോ അസുഖം വന്നോ ഇരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് കാലിന് മുടന്തുള്ളവർക്കൊക്കെ അന്നദാനമോ വസ്ത്രദാനമോ സാമ്പത്തിക ദാനമോ ഒക്കെ ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വരികയും ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഫലവും പ്രതീക്ഷിച്ചിരിക്കരുത്, അങ്ങ് ചെയ്യുക. നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ശനി പതുക്കെ തരത്തുള്ളൂ, അത് തന്നോളും. നിസ്വാർത്ഥപൂർണമായിട്ട് അല്ലെങ്കിൽ നിസ്വാർത്ഥപൂർവമായിട്ട് സമർപ്പിച്ചോളുക. അത് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കും, സംശയമില്ല അതിനകത്ത്. 6-ാം ഭാവം എന്ന് പറയുന്നത് കഠിനാധ്വാനമാണ്. 6-ലെ ശനി കഠിനാധ്വാനമാണ്. എനിക്ക് 6-ലാണ് ശനി. അപ്പം കഠിനാധ്വാനമാണ് എൻ്റെ മുന്നോട്ട് നയിക്കുന്നത്. അഷ്ടമത്തിലെ ശനി എന്ന് പറയുന്നത് ക്ഷമയാണ്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബനാഥ എന്നുള്ള നിലയിൽ ക്ഷമയും പക്വതയും കൈമുതലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ കരിയറിലെയും നിങ്ങളുടെ കുടുംബത്തെയും മെച്ചപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സമയം ഒരുപാട് വൈകുന്നു. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. ശനിയെക്കുറിച്ചൊക്കെ ഏകദേശം കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.